എന്താടാ ദേവികയുടെ ഫോട്ടോ കണ്ടിട്ട് മതിയായില്ലേ നിനക്ക്? അയ്യോ, ഞാൻ ഫോട്ടോ കണ്ടോണ്ടിരുന്നൊന്നും അല്ലമ്മേ. മറ്റെന്തോ തെരഞ്ഞ കൂട്ടത്തില് ഈ ഫോട്ടോ അബദ്ധത്തില്. അതായത് അബദ്ധത്തിൽ അവൻ അങ്ങനെ ഫോട്ടോ തെരഞ്ഞോണ്ടിരുന്നപ്പോ അറിയാതെ ദേവികയുടെ ഫോട്ടോ ഒന്ന് കേറി വന്നു. അല്ലടാ മോനെ? അല്ല, നീ ആരോടാ സംസാരിക്കുന്നത് കേട്ടല്ലോ? ആരോടാ? ദേവികയോടാ സംസാരിച്ചത്. അവളിങ്ങോട്ട് വിളിച്ചായിരുന്നു. നന്നായി. ഒരു ചോദ്യം ചോദിച്ച ഒന്ന് മൂളി കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന ശ്യാമ ഇപ്പതേ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മര്യാദയ്ക്ക് ഉത്തരം പറയാൻ പഠിച്ചു അവൻ. എന്തായാലും നമ്മുടെ മോന് നല്ല മാറ്റമുണ്ട്. ഉണ്ട്, ഉണ്ടാവണല്ലോ. ഇനി കുടുംബം ഭരിക്കേണ്ട കാരണവരല്ലേ? കാരണവരോ? അതെ, നിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ കോവിലകം വക എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ വ്യവസ്ഥ ചെയ്തു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ, ഇനിയുള്ള കാലം ഓടി നടന്ന് തറവാട്ട് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല. ഒരു റിട്ടയർമെന്റ് വേണ്ടേ? ഇനി മുന്നോട്ടുള്ള കാലം സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അപ്പൊ എന്താ ചെയ്യാ? തറവാട്ട് ഭരണം മകനും മരുമകളും കൂടി ചേർന്നങ്ങ് നടത്താം. അച്ഛനും അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും വിശ്രമിക്കാം. തറവാട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി നടത്തിക്കൊള്ളാം. പക്ഷേ ഒന്നും എന്റെ പേരിൽ എഴുതി എന്നെ കാരണവരാക്കരുത്. ചാരുകസരെ കിടന്നുള്ള ശ്യാമേ, സംഗീതേ, ശങ്കര, ഗോവിന്ദ എന്നൊക്കെയുള്ള വിളികള് തറവാട്ടിൽ എന്നും മുഴങ്ങണം. ആ സ്ഥാനത്ത് ഞാൻ വിളിച്ചു കൂവിയ അതൊരു പിച്ചൗട്ടായിട്ടേ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് കാരണവന്റെയും കാരണവത്തിയുടെ സ്ഥാനത്ത് ആരെയും പകരം വെക്കരുത്. പ്ലീസ്, നിങ്ങൾ തന്നെ മതി. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ വേറൊരു കാര്യം, കോവിലകം വക സ്വത്തിന്റെ ഒരംശമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം മാത്രമേ അച്ഛനുള്ളൂ. വൃദ്ധസദനത്തിലേക്ക് നമ്മൾ പതിവായി കൊടുക്കാറുള്ള ഡൊണേഷൻ തുകയായത്. ഇത് നിന്റെ കൈകൊണ്ട് തന്നെ അങ്ങ് കൊടുക്കണം.